എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ സോറോ, സാഞ്ചി, ബ്രൂക്ക് അവർ മൂന്ന് പേരും കണ്ണു തുറന്ന് വീണ്ടും സാമുറായി അന്വേഷിച്ച് ഓടാനായിട്ട് തുടങ്ങും. സോറോയുടെ നെറ്റിയിൽ വലിയൊരു പുഴ അങ്ങനെ വീർത്ത് വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ മുകളിൽ നിന്ന് താഴേക്ക് അടിച്ചു വീണതുകൊണ്ടാണ് എന്റെ തലയിൽ ഇത്രയും വലിയ മുഴ വന്നതെന്നാണ്. അതിന് ബ്രൂക്ക് പറയും, അതെ, ഞാനും അങ്ങനെ വീണതുകൊണ്ടാണ് എന്റെ നെറ്റിയിലും മുഴ വീണത്. ഇപ്പൊ നമുക്ക് മുഴയെക്കുറിച്ച് സംസാരിക്കേണ്ട, എത്രയും വേഗം ആ സാമുറായി അവനെ കണ്ടെത്തണം. എനിക്ക് തോന്നുന്നത് ആ ജയന്റ് വില്ലന്മാര് അവർ നമ്മളുമായിട്ട് ഡയറക്റ്റ് ഫൈറ്റ് ചെയ്തിട്ടില്ല എന്നാണ്. ആക്ച്വലി അവർക്ക് മൂന്ന് പേർക്കും അവരെ ആരാണ് അറ്റാക്ക് ചെയ്തതെന്ന് പോലും കറക്റ്റ് ആയിട്ട് അറിയില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് അവർ ആ ജയന്റ് കാല് അത് കണ്ടുപിടിച്ച സീൻ കാണിക്കും. അത് കണ്ടെത്തിയതിനു ശേഷം അവരത് ഫോളോ ചെയ്ത് മുൻപോട്ടേക്ക് പോകും. അവരാണെങ്കിൽ ആ കാൽത്തടത്തെ ഫോളോ ചെയ്ത് പോകുന്നതിന്റെ ഇടയിൽ ആ ജയന്റിന്റെ രൂപം അത് ഇമാജിൻ ചെയ്ത് നോക്കും. അങ്ങനെ ഇമാജിൻ ഒക്കെ ചെയ്ത് വലിയൊരു പാറയുടെ എഡ്ജിലേക്ക് നമ്മുടെ ആശാന്മാര് മൂന്ന് പേരും ഓടിയെത്തും. നമ്മുടെ ആൾക്കാർ തിരിഞ്ഞു നോക്കും, അവരുടെ തൊട്ടു പുറകില് രണ്ട് ജയന്റുകള്. പക്ഷേ നമ്മുടെ ആൾക്കാർക്ക് അവറ്റകളെ അത്ര ക്ലിയർ ആയിട്ട് കാണാനായിട്ട് കഴിയില്ല. നമ്മുടെ ആൾക്കാർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ അവറ്റകള് ഒരു ഗ്യാസ് റിലീസ് ചെയ്യും. ഗ്യാസ് ശ്വസിച്ച് അവര് മൂന്ന് പേരും ഇപ്പൊ പാതി മയക്കത്തിൽ നിൽക്കുകയാണ്. താഴേക്ക് നോക്കിയ ഐസ് കൊണ്ട് ക്രിയേറ്റ് ആയിട്ടുള്ള ഒരുപാട് സ്പൈക്കുകൾ. അടുത്ത നിമിഷം ആ ഒരു ക്ലിഫ് തകർന്ന് നമ്മുടെ ആൾക്കാർ താഴേക്ക് വീഴുകയാണ്. സോറോ ആണെങ്കിൽ നേരെ താഴേക്ക് നോക്കും. ആ സ്പൈക്സ് കണ്ട് അവൻ ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. ഓ നോ, അവിടെ മുഴുവൻ സ്പൈക്സ് ആണ്, എത്രയും പെട്ടെന്ന് നമുക്ക് രക്ഷപ്പെടണം. പക്ഷെ ബ്രൂക്കും സാഞ്ചിയും ആണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. സോറോ അവന്റെ സ്ക്വാഡ് നീട്ടി ആ സ്പൈക്സ് അത് വെട്ടിത്തെറിപ്പിക്കും. അടുത്ത നിമിഷം അവര് മൂന്ന് പേരും അടിച്ച് താഴെ വീഴും. സ്പൈക്സ് ഓൾറെഡി നമ്മുടെ ചെക്കൻ വെട്ടി എറിഞ്ഞതുകൊണ്ട് തന്നെ അവർക്ക് കാര്യമായിട്ട് പരിക്കൊന്നും പറ്റില്ല. ജയൻസ് ആണെങ്കിൽ ഇപ്പൊ താഴേക്ക് നോക്കും. നമ്മുടെ ആൾക്കാർക്ക് മൂന്ന് പേർക്കും ബോധമില്ല. കാറ്റ് പോയെന്ന് കരുതി റിക്കവർ ചെയ്യാനായിട്ട് അവരാ മഞ്ഞ കോട്ടിട്ട വില്ലന്മാരെ അവിടേക്ക് പറഞ്ഞയക്കും. അവരാണെങ്കിൽ അത് കേൾക്കേണ്ട താമസം നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് വരികയാണ്. നമ്മുടെ ആൾക്കാർക്ക് ജീവനുണ്ടോ മരിച്ചോ എന്ന് ചെക്ക് പോലും ചെയ്യാതെ അവര് സ്നെയിലൂടെ കോണ്ടാക്ട് ചെയ്ത് പറയും, സ്ട്രോ ഹാർട്ട് ടീമിലെ മൂന്ന് പേര് മരണപ്പെട്ടിരിക്കുകയാണ്, അവരുടെ ബോഡി എത്രയും വേഗം ഞങ്ങൾ റിക്കവർ ചെയ്യും. അത് കേട്ട് സാഞ്ചി അവൻ ചാടി എഴുന്നേക്കും. നിങ്ങൾക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ കൊല്ലാൻ ശ്രമിക്കും, നിങ്ങൾ ആരും ഇനിയൊരു സെക്കൻഡ് പോലും ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞ് അവൻ കാല് വെച്ച് റൊട്ടേഷനിൽ അവറ്റകളെല്ലാം അട്ടിച്ച് തെറിപ്പിക്കും. പക്ഷെ എന്താ, സാഞ്ചിക്കാണെങ്കിൽ ഇപ്പൊ ഭയങ്കരമായിട്ട് ടയേർഡ് ഫീൽ തോന്നും. കാരണം അവനിപ്പോ ഉള്ളത് നാമിയുടെ ബോഡിയിലാണ്. മാത്രമല്ല നാമിയുടെ ബോഡിക്ക് ഒരു സ്ക്രാച്ച് എങ്കിലും വീണ അവൾ ഉറപ്പായാലും അവനെ തല്ലി തല്ലി കൊല്ലും. അതിനുശേഷം നമ്മുടെ സാഞ്ചി അവൻ ക്യാഷ്വലായിട്ട് ഒരു സിഗരറ്റ് ഒക്കെ വലിച്ച് ബ്രൂക്കിന്റെയും സോറോയുടെ നെറ്റിയിൽ ആഞ്ഞടിക്കും. എഴുന്നേക്ക്, ഇനിയും കിടന്നുറങ്ങിയ ആ വില്ലന്മാരെല്ലാവരും ഇവിടേക്ക് വന്ന് നമ്മുടെ കഥ കഴിക്കുമെന്ന് പറയും. ആക്ച്വലി സാഞ്ചിയാണ് അവരുടെ രണ്ടുപേരുടെയും തലയിൽ അടിച്ച് വലിയൊരു മുഴ ഉണ്ടാക്കി കൊടുത്തത്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് കാണിക്കും. നമ്മുടെ പ്രാന്തൻ ടീംസ് മൂന്ന് പേരും അവിടെ മുഴുവൻ കയറി ഇറങ്ങി നടക്കുകയാണ്. സാമുറായി, നീ എവിടെയാണ്? നിനക്ക് ഞങ്ങളെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. ജോറോ ആണെങ്കിൽ വിളിച്ചു കൂവി ഇപ്പൊ അവിടെ മുഴുവൻ നടക്കും. അപ്പോഴായിരിക്കും അവന്റെ കാലിലെന്തോ തടയുന്നതായിട്ട് അവൻ ശ്രദ്ധിക്കുക. അത് മറ്റാരുമല്ല, ആ സാമുറായി. ഓ മൈ ഗോഡ്, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഉടനെ ആ സാമുറായി പറയും, ഞാനൊരു സ്റ്റോമിൽ പെട്ടുപോയി, അങ്ങനെ ഐസില് ഉറഞ്ഞ് ഇങ്ങനെയായി പോയതാണ്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. ഇപ്പൊ എന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്റെ ബോഡി അത് വെള്ളത്തിൽ പോയെന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ബാക്കിയുള്ള ഭാഗം വെച്ച് എനിക്ക് മൂവ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. എത്രയും വേഗം വെള്ളത്തിൽ പോയ എന്റെ ബോഡി അത് കണ്ടെത്തണം. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. കാരണം അത് വെറും ഒരു ലേക്കല്ല, സീ വാട്ടറിൽ മിക്സ് ആയ ഒരുപാട് മോൺസ്റ്റർ ഷാർക്കുകളൊക്കെ ഉള്ള വലിയ ലേക്കാണ്. സോ അവിടേക്ക് അവന്റെ ബോഡി വീണ തീർച്ചയായിട്ടും ആ ഷാർക്കുകൾ വെറുതെ വിടില്ല. പക്ഷെ ഇതുവരെ അവന് പ്രശ്നമൊന്നുമില്ല. അതിനർത്ഥം ആ ബോഡി അത് ഷാർക്കുകളുടെ കയ്യിൽ പെട്ടിട്ടില്ല എന്നാണ്. സാഞ്ചി വിളിച്ചു പറയും, കമോൺ കമോൺ, നമുക്ക് എത്രയും വേഗം ആ ബോഡി റിക്കവർ ചെയ്യണം. സാമുറായിക്കാണെങ്കിൽ അത് കേട്ട് വിശ്വസിക്കാൻ കഴിയില്ല. ആദ്യമായിട്ടാണ് ഒരു പൈററ്റ്സ് അവരിങ്ങനെ പറയുന്ന അവൻ കേൾക്കുന്നത്. സാഞ്ചി അവന്റെ തലയെടുത്ത് കയ്യിൽ വെക്കും. ഞാനാണ് നിന്നെ ഇത്രയും നേരം രക്ഷിച്ചു കൊണ്ടുവന്നത്. നിനക്ക് എന്നോട് ഫൈറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നിന്റെ മുഴുവൻ ബോഡിയും തിരികെ കിട്ടിയതിനു ശേഷം നിനക്ക് എന്നോട് ഫൈറ്റ് ചെയ്യാം. അതിന് സാമുറായി ഓക്കെ പറഞ്ഞ് അവർ ഉഷാറായിട്ട് ഓടുകയാണ്. അപ്പൊ ഓപ്പോസിറ്റ് സൈഡില് ആ ബ്രൗൺ ബീഡിന്റെ ആൾക്കാര് അവരിപ്പോ തണുപ്പില് തണുത്തുറഞ്ഞ് കഷ്ടപ്പെട്ട് നടന്നു വരാണ്. നമ്മുടെ ആൾക്കാരെ കാണേണ്ട താമസം അവരാണെങ്കിൽ പേടിച്ച് അച്ചറം പൊച്ചറ ഓടും. അവര് നിലവിളിച്ചു പറയും, നിങ്ങളല്ലേ ഞങ്ങളുടെ കോട്ടൊക്കെ അടിച്ചു മാറ്റിയത്, ഒരു കാരണവശാലും ഞങ്ങളുടെ ബോസ് നിങ്ങളെ വെറുതെ വിടില്ല. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇപ്പൊ ലേക്ക് സൈഡിലേക്ക് നോക്കും. അപ്പൊ അവര് കാണും ആ ഒരു വലിയ മോൺസ്റ്റർ പെറ്റ് ആ ലേക്കിലൂടെ അങ്ങനെ കടന്നു വരാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ മാസ്റ്റർ വില്ലൻ അവനാണെങ്കിൽ അവന്റെ പെറ്റിനെ കുറിച്ച് പറയും. അതൊരു മെഡിക്കൽ എക്സ്പ്ലോഷൻ വെപ്പനാണ്. 4 വർഷങ്ങൾക്ക് മുൻപ് ഈ പങ് ഹസാർഡിൽ പൊട്ടിത്തെറിച്ച്
ഈ ഒരു ഐലാൻഡ് മുഴുവൻ നശിപ്പിച്ചത് അതാണ്. ഞാനാണ് അത് ക്രിയേറ്റ് ചെയ്തത്. ദ്വീപിലുണ്ടായിരുന്ന പച്ചപ്പും ഹരിതാപവും ഒക്കെ നഷ്ടപ്പെട്ടു. ജീവികളെല്ലാം ചത്തൊടുങ്ങി. മനുഷ്യരായിട്ട് ബാക്കിയുണ്ടായിരുന്ന ചില പ്രിസണേഴ്സും നേവിക്കാരും എല്ലാവരും ഹാഫ് പാരലൈസ്ഡ് ആയി. ആ ഒരു ഗ്യാസ് ആരെ കൊണ്ടും കൺട്രോൾ ചെയ്യാനോ ഇല്ലാതാക്കാനോ പറ്റില്ല. പക്ഷേ അവനെ കൊണ്ട് പറ്റും. അവനതിനെ കൺട്രോൾ ചെയ്ത് കംപ്രസ് ചെയ്ത് ഒരു മോൺസ്റ്റർ ആക്കി മാറ്റി. ആ ഒരു മോൺസ്റ്ററിന് ഞാനിട്ട പേരാണ് സ്മൈലി. അത് വീണ്ടും ഇവിടെ സ്പ്രെഡ് ആവാതിരിക്കാൻ വലിയൊരു കണ്ടെയ്നറിൽ ഞാൻ അതിനെ അടച്ചു വെച്ചു. ഇതൊരു ഡെഡ്ലി ലാൻഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആർക്കും ജീവിക്കാൻ കഴിയില്ല. ജനങ്ങളാണെങ്കിൽ വളരെ വേഗം തന്നെ ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം മറന്നു. പക്ഷേ ഈ ഒരു സ്ഥലം അത് മുഴുവനായിട്ടും ഇപ്പൊ എന്റെ കൺട്രോളിലാണെന്ന് പറഞ്ഞ് അവനങ്ങനെ കുലുങ്ങി കുലുങ്ങി ചിരിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പോ വേക്ക് ഓഫ് പങ്കിന്റെ പഴയ ലബോറട്ടറി കാണിക്കും. അവിടെയാണ് ആ കുഞ്ഞുങ്ങളെ സേഫ് ആയിട്ട് നമ്മുടെ ആൾക്കാർ ഇരുത്തിയിരിക്കുന്നത്. നാമയാണെങ്കിൽ അവർക്ക് കട്ടയ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. ഒരു കാരണവശാലും ഇനി ഇവര് ആ വില്ലന്റെ കയ്യിൽ ചെന്ന് പെടാൻ പാടില്ല. എങ്കിലും ആ ദുഷ്ടൻ മാസ്റ്ററിന് അവൻ എങ്ങനെ മനസ്സ് വന്നു ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ അവന്റെ ടെസ്റ്റ് സബ്ജക്റ്റ് ആക്കാൻ? അവനെ പോലെയുള്ളവര് ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. അവനെ വെറുതെ വിടാൻ പാടില്ല. അവനെ കൊല്ലണമെന്ന് പറഞ്ഞ് അവളങ്ങനെ വെറിയിൽ നിൽക്കും. ഇനി ഒന്നും പറയാനില്ല. എത്രയും വേഗം അവനെ തട്ടിക്കൊണ്ടുവരണം. ലൂഫി പറയും അതിന് അടിപൊളി ഒരു ഐഡിയ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. വളരെ സേഫ് ആയിട്ടും ബ്രില്യന്റ് ആയിട്ടും നമുക്ക് അവനെ അടിച്ചു മാറ്റാന്ന് പറയും. കട്ട് ചെയ്ത ഇവിടെ C5 സോൾജിയേഴ്സ് അവർ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ കപ്പൽ അടിച്ചു മാറ്റി ഇപ്പൊ പതിയെ കപ്പലുമായിട്ട് മൂവ് ചെയ്ത് പോവും. സ്മോക്കറിനാണെങ്കിൽ ഭയങ്കര ആശ്വാസം. കാരണം ഇനി അവർ എത്രയും വേഗം പോയി ക്വാർട്ടേഴ്സിൽ ഈ കാര്യങ്ങളൊക്കെ അറിയിച്ച് ബാക്കപ്പിനായിട്ട് ആളെ കൊണ്ടുവരും. സ്മോക്കർ ആണെങ്കിൽ വീണ്ടും ആ വില്ലന്റെ ലാബിന്റെ അടുത്തേക്ക് പാഞ്ഞടുത്ത് എങ്ങനെയെങ്കിലും ആ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുമോന്ന് ശ്രമിക്കും. കാരണം ഇപ്പൊ സ്മോക്കറിന് കിട്ടേണ്ടത് ആ വില്ലനെയാണ്. സ്മോക്കറും അവന്റെ അസിസ്റ്റൻസ് ഒക്കെ ചേർന്ന് പഠിച്ച പണി 18 നോക്കി ഷൂട്ട് ചെയ്തും ബോംബ് വെച്ച് തകർത്തിട്ടും ആ ഡോറിനാണെങ്കിൽ ഒരു പോറൽ പോലും ഏൽക്കില്ല. സ്മോക്കർ ഇപ്പോ അവന്റെ റിയൽ ബോഡിയിലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയേനെ. അവിടുന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ ട്രഫാർഗറിലോ അവനാണെങ്കിൽ ഒരു ടണൽ കൂടെ അകത്തേക്ക് പോവും, പുറത്തു വരും. അങ്ങനെ അകത്തേക്കും പുറത്തേക്കും പോയിക്കൊണ്ടേയിരിക്കും. ചോപ്പർ ആണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് അവനെ തന്നെ നോക്കി നിൽക്കും. അങ്ങനെ ഒരു വിധത്തില് നമ്മുടെ ട്രഫാർഗറിലോ ഇപ്പൊ ലാബിന്റെ ബാക്ക് സൈഡിൽ വന്നിരിക്കുകയാണ്. ട്രഫാർഗറിലോക്ക് നന്നായിട്ട് അറിയാം ആ മാസ്റ്റർ വില്ലൻ അവനും അവന്റെ അസിസ്റ്റൻസും എല്ലാവരും അതിന്റെ മെയിൻ എൻട്രൻസിലായിരിക്കും ഉണ്ടാവുക. അവരെങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ആ ഡ്രഗിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അത് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ആ കുട്ടികൾക്ക് ട്രീറ്റ്മെന്റ് കൊടുത്ത് അവരെ ഓക്കെ ആക്കാൻ പറ്റൂ. അവന്റെ പ്ലാനിംഗ് ഒക്കെ കേൾക്കുമ്പോൾ ചോപ്പറിനാണെങ്കിൽ അവനോട് ഭയങ്കര ഇംപ്രഷൻ ഒക്കെ തോന്നും. ട്രഫാർഗറിലോ ആണെങ്കിൽ വീണ്ടും പറയും നമ്മുടെ ആൾക്കാര് അവര് കറക്റ്റ് ആയിട്ട് സീസറിനെ കിഡ്നാപ്പ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാനൊക്കെ വർക്കൗട്ട് ആവൂ. അങ്ങനെ അവൻ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുമ്പോഴായിരിക്കും തൊട്ടടുത്ത് നിന്നായിട്ട് എന്തോ ഒരു ശബ്ദം കേൾക്കുക. ഇവർ രണ്ടുപേരും ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കും. സ്മോക്കറിന്റെ ആൾക്കാര് അവരെന്തൊക്കെയോ കണ്ട് പേടിച്ച് നിലവിളിക്കുകയാണ്. ക്യാമറ അങ്ങനെ സൂം ചെയ്യും. അവര് കണ്ടു പേടിച്ചത് വലിയൊരു ബോംബിനെയാണ്. അവരത് എന്ത് ബോംബാണെന്ന് നോക്കാനായിട്ട് കുറച്ചുകൂടെ സൂം ചെയ്ത് നോക്കും. അത് ബോംബല്ല, നമ്മുടെ ലൂഫിയാണ്. ബോഡിയിൽ ഫുള്ള് എയർ വലിച്ചു കയറ്റി നമ്മുടെ ചെക്കൻ ഒരു ബോൾ പോലായി മാറി എടുത്ത് ചാടി വരികയാണ്. ഫ്രാങ്കി ആണെങ്കിൽ ചാടി വരും. റോബിൻ ആണെങ്കിൽ അവളുടെ ചിറകൊക്കെ വീശി പറന്നു വരും. ലൂഫി ആണെങ്കിൽ അടിച്ച് തെറിച്ചു വീഴും. പക്ഷെ നമ്മുടെ ആൾക്കാര് ഇപ്പൊ കറക്റ്റ് ആയിട്ട് വന്ന് ചാടിയിരിക്കുന്നത് സ്മോക്കറിന്റെയും അവന്റെ സോൾജിയേഴ്സിന്റെയും മുൻപിലാണ്. ലൂഫി ആണെങ്കിൽ രണ്ട് കൈയൊക്കെ വിരിച്ചു പിടിച്ച് യാഹൂ ഞങ്ങൾ കറക്റ്റ് ആയിട്ട് ലാൻഡ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് അമ്പൻ ആക്ഷനൊക്കെ ഇട്ട് അങ്ങനെ സ്റ്റൈലായിട്ട് നിൽക്കും. ട്രഫാർഗറിലോയ്ക്കാണെങ്കിൽ അത് കണ്ട് കലി കയറും. ഇവൻ ഇങ്ങനെ ഒരു മണ്ടനാണല്ലോ എന്ന് പറഞ്ഞ് ആള് തലയ്ക്ക് കൈ കൊടുക്കും. ലൂഫി ആണെങ്കിൽ അപ്പോഴും ആ മാസ്റ്ററിനെ ചീത്തയൊക്കെ വിളിച്ച് അങ്ങനെ ടെററായിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.